ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന കുറച്ച് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോവാർഡ് ലുട്നിക് എന്ന് പറയുന്നത് അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ സെക്രട്ടറി. പുള്ളി പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു താരിഫ് വിഷയം ഒരു റെസൊല്യൂഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ലുട്നിക് പറഞ്ഞു വെക്കുന്നത്. ഇത് പ്രഷർ പോളിസിയാണോ ടാക്ടിക്സ് ആണോ ഇതൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് പുള്ളിക്കാരന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് അമേരിക്കയുടെ തന്നെ ആ ഒരു നാച്ചുറൽ ശൈലിയിൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരെപ്പോഴും ഇങ്ങനെയാണ്, ഒരു സൈഡിൽ നെഗോസിയേഷൻ ചെയ്താലും അതൊന്നും വെളിയിൽ അതിന്റെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊന്നും തന്നെ അവർ അറിയിക്കില്ല. നേരെ മറിച്ച് അവരെപ്പോഴും ഇങ്ങനെ ഒരു പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കുന്നത് അവരുടെ ഒരു നിത്യേന ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതേസമയം മറ്റുള്ള സൈഡില് വേറെയും ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡെവലപ്മെന്റ്സ് ശരിക്കും യുഎസിന്റെ പുതിയ അംബാസഡർ ഇന്ത്യയിൽ സെർജിയോ ഗോർ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ക്വാഡ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം മേ ബി ട്രംപ് വന്നേക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാല് കാര്യങ്ങള് ബാക്ക് ഓഫീസിൽ എന്തൊക്കെയോ തകൃതിയായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. അത് വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതേ രീതിയിൽ മുന്നോട്ട് പോവില്ല, അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം അത്രമാത്രം പോപ്പുലേഷനുള്ള വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. 140 കോടി ജനങ്ങളുള്ള ലോകത്ത് 5ാമത്തെ 4ാമത്തെ എക്കണോമിയായി മാറി നിൽക്കുന്ന ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെ ഒറ്റയടിക്ക് യൂണിലാറ്ററലായിട്ടൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോങ് റണ്ണിലേക്ക് കഴിയില്ല. ഷോർട്ട് പീരീഡിലേക്ക് ചില ഡിപ്ലോമാറ്റിക് പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് ബാക്ക് ആൻഡ് ഫോർത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രഷർ പോളിസികൾ അപ്ലൈ ചെയ്യാം. അതിലുപരിയായിട്ട് ലോങ് റണ്ണിലേക്ക് ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പല വീഡിയോകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യ ബ്രിക്സ് അല്ല, ഗ്ലോബൽ സൗത്ത് അല്ല, ഏത് ചേരിയിൽ പോയി നിന്നാലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ അവഗണിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗോദ്രേജ് ഡിഫൻസ് അതുപോലെ തന്നെ LNG ഈ രണ്ട് കമ്പനികളും കൂടെ ചേർന്നിട്ട് 90K കാവേരി എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് തേജാസ് എയർക്രാഫ്റ്റിന്റെ പുതിയ വേരിയന്റ് നിർമ്മിക്കാനുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഈ 90K എന്ന് പറയുന്നത് അതിന്റെ ത്രസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ത്രസ്റ്റ് ആണ് അതിനകത്ത് 90K എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് വിജയകരമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100% ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് വേരിയന്റ് ആയിരിക്കും ഈ ഗോദ്രേജ് ഡിഫൻസും LNGയും കൂടി ചേർന്നിട്ട് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്. അതായത് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യക്കുള്ളിൽ പുതിയ പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഇന്ത്യ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഡിഫൻസ് മേഖലയിൽ ഒരു പുതിയ ഉണർവ്. ശരിക്കും ഇന്ത്യ വളരെ എഫക്റ്റീവായിട്ടുള്ള മാനറിലാണ് മുന്നോട്ട് പോകുന്നത്, റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. അതായത് ഇതൊക്കെ തികച്ചും ഇന്ത്യക്കുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് ബേസിസിൽ നടക്കുന്ന ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, നിങ്ങൾ ഇത് നിങ്ങളുടെ തലച്ചോറിൽ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഗ്രോത്ത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഈ പൊളിറ്റിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഗ്രോത്ത് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. അതിപ്പോ നിങ്ങൾ നോക്കൂ, അമേരിക്ക ഏറ്റവും വലിയ GDP ആണ്, ചൈനയും വലിയ GDP ആണ്. എന്നാൽ ആ രാജ്യത്തിന്റെ ഉള്ളിൽ ഈ പൊളിറ്റിക്കൽ റൈവലറി ഇല്ലേ? അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ എത്ര ഗ്രോത്ത് ഉണ്ടാക്കിയാൽ തന്നെയും ആ ഒരു ലെവലിലായിരിക്കും ഈ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് നടത്തുന്ന ആൾക്കാർ എപ്പോഴും ആ ഒരു ഡിബേറ്റ് മൈൻഡോട് കൂടിയായിരിക്കും ഏത് ഡെവലപ്മെന്റിനെയും നോക്കി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പൊളിറ്റിക്സ് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മളുടെ ചാനൽ നിങ്ങൾ കാണാൻ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യത്തിന്റെ ആ ഒരു ബേസിക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. $375 മില്യൺ വർത്ത് വരുന്ന ഒരു എഗ്രിമെന്റ് ഫിലിപ്പൈൻസ് 2022 ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തത്. അത് ബ്രഹ്മോസ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ 2 യൂണിറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 3ാമത്തെ യൂണിറ്റ് ഡെലിവറി പോയിന്റിൽ നിൽക്കുകയാണ് ഇന്ത്യ. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോണം എത്ര പെട്ടെന്നാണ് നമ്മൾ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് പാർട്ണറായിട്ട് മാറിയത്. നമ്മളൊരു 20 വർഷത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് പാർട്ണറായിട്ട് മാറുന്നു, നമ്മൾ അർമേനിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് പാർട്ണറായിട്ട് മാറുന്നു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡിഫൻസ് പാർട്ട്നേഴ്സ് ആയിട്ട് റഷ്യ, അമേരിക്ക, ചൈന മോസ്റ്റ് പ്രോബബിളി ആ ഒരു റേഞ്ചിന്, ആ ഒരു പരിധിക്ക് പുറത്ത് ഒരു രാജ്യങ്ങളും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇന്ത്യ ശക്തമായിട്ട് ആ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് പാർട്ണർഷിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പാണ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത്. പോരാഞ്ഞതിന് ക്രെഡിറ്റ് ലിമിറ്റും കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. ഡിഫൻസിന്റെ സാധനങ്ങൾ നമ്മുടെ അടുത്ത് ക്രെഡിറ്റ് ബേസിസിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കമോഡിറ്റി എക്സ്ചേഞ്ചുമായിട്ട് മെർജ് ചെയ്ത് അവർക്ക്
ഡിഫൻസ് മേഖലയിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പർച്ചേസ് ഫ്രണ്ട്ലി മാനറിലാണ് ഇന്ത്യ പലർക്കും ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഡെലിവറി ചെയ്യുന്നത്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ബിയോണ്ട് ദാറ്റ് ലെവലില് ഒരു 10 വർഷത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇന്ത്യയുടെ ഒരു ലെവൽ. 2035 നിങ്ങൾ ചിന്തിച്ചോളൂ. ഞാനിപ്പോ പറയുന്ന വാക്ക് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. ഇന്ത്യ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബ്രഹ്മോസ് അസ്ത്ര എന്ന് പറഞ്ഞ ആ ഒരു ആംഡ് സിസ്റ്റം നമ്മള് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള തകൃതിയായിട്ടുള്ള നീക്കത്തിലാണ്. അതായത് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് F-35 അല്ലെങ്കിൽ Su-57 അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കുന്ന ഫൈറ്റർ ജെറ്റുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബെറ്റർ ദൻ F-35, ബെറ്റർ ദൻ Su-57 ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ രീതിയിലുള്ള പ്രോഗ്രാംസിനാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുപോലെ DRDO സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട്, അതിന്റെ ടാസ്ക് ഷീറ്റ് ഫുള്ള് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിന്റെ ടാസ്ക് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഖത്തറിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. എന്തുകൊണ്ടാണ് ഖത്തറിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലേ? എന്തുകൊണ്ടാണ് ഖത്തറിന് അതിനെ തടയാൻ കഴിയാത്തത്? ഒരു സൈഡില് ഖത്തറിനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. സൗദിയുടെ മേളിൽ കൂടെ ഇസ്രായേൽ പറന്നു ചെന്നാണ് ആക്രമണം നടത്തിയത്. ഇതെല്ലാരും കൂടി അറിഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റം ഖത്തറിൽ ഉണ്ടായിരുന്നല്ലോ. എന്താണ് സംഭവിച്ചത്? അവർക്ക് പാട്രിയോട്ട് സിസ്റ്റം ഉണ്ട്. ഫ്രാൻസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഖത്തർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഉണ്ട്. എന്നാലോ ഖത്തർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഖത്തർ ശരിക്കും പറഞ്ഞാൽ എയർ ഡിഫൻസ് സിസ്റ്റം ആ പാലസിന്റെ ഭാഗത്ത് എയർ ഡിഫൻസ് സിസ്റ്റം അവര് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില പ്രത്യേക ഏരിയകളിൽ ഏരിയ തിരിച്ചാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഗ്യാപ്പ് ഉണ്ട് അവിടെ. ശരിക്കും ഇതിനെ അവർ ഓർഗനൈസ് ചെയ്തിട്ടില്ല, കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് മിസ്സായത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ കൃത്യമായിട്ട് പോയി ആക്രമണം നടത്തിയിട്ട് മടങ്ങി വരാൻ കഴിയും. ഇപ്പൊ ഇതിന്ന് ഇസ്രായേൽ എന്നല്ല, ഏതൊരു ചെറിയ രാജ്യത്തിനും, അതായത് റഡാർ കോർഡിനേറ്റ്സിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ള ഏതൊരു രാജ്യത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ്. ആ രീതിയിൽ എളുപ്പത്തിലാണ് ഖത്തറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം റൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാ എയർ സ്പേസും ഈ റഡാർ സിസ്റ്റത്തിൽ കവേർഡ് അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ കൃത്യമായിട്ട് പോയി ഓപ്പറേഷൻ നടത്തി മടങ്ങാൻ പറ്റും. ഇതാണ് ഇസ്രായേൽ നടത്തിയത്. പിന്നെ ഖത്തർ അറിഞ്ഞു, സൗദി അറിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഫാക്ട് ആണ്. തീർച്ചയായിട്ടും ഇസ്രായേൽ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമേരിക്ക തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക ലാസ്റ്റ് മൊമെന്റ് അത് ഇൻഫോം ചെയ്തത് എന്നാണ് ഖത്തർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇൻഫർമേഷൻസ് ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ. അതൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ്. ഇന്ത്യയും മ്യാൻമറും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള $3.4 ബില്യൺ വർത്ത് വരുന്ന ഒരു പ്രോജക്ട്, അത് റെയിൽവേ പ്രോജക്ട്. ഈ റെയിൽവേ പ്രോജക്ടിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ചൈന, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഭൂട്ടാൻ ഈ മേഖലയിൽ കൂടി ബോർഡർ ഏരിയയിലൂടെ ഒരു റെയിൽവേ ലൈൻ. ഇതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോജക്ട്. ഈ പ്രോജക്ട് ജസ്റ്റ് മുന്നോട്ട് വെച്ചത് മാത്രമല്ല, മ്യാൻമാറുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ലൈനിലൂടെ, നമ്മളുടെ ബോർഡർ ലൈനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ബംഗ്ലാദേശുമായിട്ട് ഇതിന്റെ കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. പിന്നെ ചർച്ച വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഏരിയ ടച്ച് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവിടെ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ബോർഡർ ലൈനിൽ തന്നെ നമുക്ക് ഈ ഒരു റെയിൽവേ പ്രോജക്ട് സ്ഥാപിക്കാനേ ഉള്ളൂ. ഇതിന്റെ മാപ്പ്, ഡയഗ്രാം, ബ്ലൂ പ്രിന്റ് ഇതെല്ലാം തന്നെ പുറത്ത് പബ്ലിഷ് ചെയ്യപ്പെടും വൈകാതെ തന്നെ. അപ്പൊ ഇപ്പൊ പ്രാഥമികമായിട്ട് ഈ ഒരു $3.4 ബില്യൺ വർത്ത് വരുന്ന ഈ ഒരു പ്രോജക്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. ഇതെല്ലാം നമ്മൾ ട്രേഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രേഡിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത്. ഭാരത് ഫോർജ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു കോൺട്രാക്ട് UK, UAE 2 രാജ്യങ്ങളിൽ നിന്നും കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. കോൺട്രാക്ട് വേറെ ഒന്നല്ല, 155 mm ഹോവിറ്റ്സർ, അതുപോലെ തന്നെ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺസ്, ഇത് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഒരു താക്കീത്, പ്രത്യേകിച്ചും പാകിസ്ഥാനും ഖത്തറിനും. എന്തിനാണ്? അവർ രണ്ടുപേരുമാണ് ചേർന്നിട്ട് ഈ നിലവില് ഇസ്രായേൽ ഖത്തറിന്റെ മേളിൽ ഒരു ആക്രമണം നടത്തിയല്ലോ. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഖത്തറും പാകിസ്ഥാനും ചേർന്നിട്ട് ഗൂഢാലോചന, അത് ന്യൂക്ലിയർ ആമിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് വന്നതായിട്ട് വാർത്തകൾ ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതായത് ന്യൂക്ലിയർ ആംസ് ഇടാമെന്നല്ല, ശരിക്കും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് ഒന്ന് ഇസ്രായേലിനെ ഒന്ന് അലേർട്ട് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പാകിസ്ഥാനെ ഇറക്കി കളിക്കാമെന്ന് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ വെച്ചിട്ട് ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ട്.
അപ്പൊ അത് വെച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിന് ഒരു സപ്പോർട്ടുമായിട്ട് വന്നതാണ്. പക്ഷെ അവരെവിടെ സംസാരിച്ചാലും ഈ ന്യൂക്ലിയർ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ഭയങ്കര മിടുക്കാണ് അവർക്ക്. അത് ഉപയോഗിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല. അതിന്റെ കൺട്രോൾ പോലും ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ്. അതിന്റെ കൺട്രോൾ വരെ അമേരിക്കയുടെ കയ്യിലാണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അമേരിക്ക F-35 കൊടുത്താൽ പോലും അതിന്റെ കൺട്രോള് കില്ലർ സ്വിച്ചോട് കൂടി കൊടുക്കുന്ന രാജ്യമാണ്. അപ്പൊ അങ്ങനെ അമേരിക്ക കൊടുത്ത ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാന് വെറുതെ അങ്ങ് ഫ്രീ ആയിട്ട് കൊടുത്താണോ? തീർച്ചയായിട്ടും അവർ ലോക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ ഇരിക്കുന്ന പാകിസ്ഥാൻ തീർച്ചയായിട്ടും അറിയാം അവർക്ക് ഈ ന്യൂക്ലിയർ ബോംബൊന്നും എവിടെ ഇടാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഒരു സ്ട്രാറ്റജിക് അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഈ ഒരു ടാക്ടിക്കൽ വേർഡിങ്സ് ഉപയോഗിക്കാറുണ്ട്, ന്യൂക്ലിയർ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തത്. പാകിസ്ഥാൻ, ഖത്തർ, നിങ്ങൾ സൂക്ഷിച്ചോ. ടെററിസത്തിന് ഷെൽട്ടർ കൊടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ തീവ്രവാദികൾ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും വന്ന് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ പാകിസ്ഥാന്റെ പേരിൽ നെതന്യാഹു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇന്ത്യ പറയേണ്ടതാണ്. ഇന്ത്യ ഇങ്ങനെ ഒരു മാസമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. ഈയിടെയായിട്ട് പോളണ്ടും റഷ്യയും ബെലാറസും തമ്മിൽ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റഷ്യ, ബെലാറസ് അവർ ഒരു സൈഡിലാണ്. പോളണ്ട് നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻസിന്റെ സപ്പോർട്ടൊക്കെ അവിടെയുണ്ട്, ഉക്രൈനൊക്കെ ചേർന്നിട്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് പോളണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു 9 ഡ്രോണുകൾ കടന്നു വന്നു എന്നുള്ളതാണ് പോളണ്ടിന്റെ ആരോപണം. പക്ഷെ ഇത് റഷ്യയാണ് വിട്ടത് എന്നാണ് പോളണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിനകത്ത് രസകരമായിട്ട് തോന്നിയത്. ശരിക്കും ഇവർ പറയുന്ന ഈ ഡ്രോൺ ഉണ്ടല്ലോ, അപ്പൊ ഈ 9 ഡ്രോണുകളും കടന്നു വന്നതിൽ ഈ ഒരു ഡ്രോണിന്റെ വില $10,000. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ 9 ഡ്രോണിന്റെ ഒരു എക്സ്പെൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും $90,000. പക്ഷെ അതേസമയം ഡച്ച് F-35 എടുത്തുകൊണ്ട് വന്നാണ് ഈ ഡ്രോണുകളെ എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് വന്ന കോസ്റ്റ് 8.3 മില്യൺ ആണ്. എങ്ങനെ ഇരിക്കുന്നു? റഷ്യ ഉക്രൈന്റെ ഉള്ളിലേക്ക് അയക്കുന്നത് പോലെ ഒരു 500, 600, 700, 800 ഡ്രോൺ അയച്ചു കഴിഞ്ഞാൽ ഈ പോളണ്ടിന്റെ മൊത്ത ഖജനാവും കാലിയാവും എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ GDP $1 ട്രില്യൺ ആണ്. അപ്പോൾ ഒരു 1000 ഡ്രോൺ വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ കഥ കഴിഞ്ഞ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാജ്യം അവിടെ ഉണ്ടാവും, പക്ഷെ എക്കോണമി ഉണ്ടാവും എന്നാണ് നമുക്കറിയാത്തത്. കാരണം ഇപ്പൊ ഡച്ച് ഫൈറ്റർ ജെറ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അതിനെ തുടർന്നാണ് അവര് ഞങ്ങൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, ഞങ്ങൾക്ക് ഡ്രോണുകളെ നിർവീര്യമാക്കാനുള്ള എയർ ഡിഫൻസ് സിസ്റ്റം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറെ രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്ന ആ ഒരു ന്യൂ ട്രേഡ് റൂട്ട്, റെയിൽവേ റൂട്ട്, അതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി കാണേണ്ടത്. അപ്പൊ എന്തായാലും കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.